ഒരു 4 ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ. അതിൽ പിന്നെ ഇത് ഞങ്ങളപ്പോ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ ആ പ്രശ്നം അവിടെ തന്നെ തീർക്കരുത്. പക്ഷെ ഞങ്ങൾ നാട്ടിലെ പരിപാടിയൊക്കെ എല്ലാവരും ഒക്കെ സോൾവ് ആക്കി പോയതാ. പിന്നെ ഓല് എവിടുന്നോ ആൾക്കാരെയും കൂട്ടി വന്ന് തച്ചതാ. ഇവര് 2 ആൾക്കാർ നടന്നു പോകുന്ന നേരത്ത് ഇത് അശ്വന്തും വേറെ അക്ഷയും പറഞ്ഞ ചെക്കെ നടന്നു പോകുന്ന നേരത്ത് ഇവൻ ചോദിച്ചതാണ് അനക്ക് എന്നോട് എന്താ പ്രശ്നം. ഈ വിജയ് ഇവര് കോളേജിലെ എന്തോ എന്താ പറയാ ഈ ഫസ്റ്റ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും തമ്മിൽ അറിയുന്ന ആൾക്കാരാണ്. ഇതിൽ ഈ സെക്കൻഡ് ഇയേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ് പ്രശ്നമാണ് ഈ വിജയനോ. അല്ല, സൂരജ് കോളേജ് പഠിക്കില്ല. ഈ അശ്വന്ത് ഇതായി കഴിഞ്ഞാൽ ഞങ്ങളെടുത്തേ വന്ന്. അതിൽ പിന്നെ എന്താ പറയാ മറ്റേ 4 ആൾക്കാരും ഞങ്ങളെടുത്തേ വന്ന് ഇത് ചോദിക്കാനുള്ള രീതിയിൽ. അതിൽ അവിടുന്ന് എല്ലാവരും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ആയി. എന്നിട്ട് അത് അവിടെ സോൾവ് ആക്കിയതാട്ടോ. അത് കഴിഞ്ഞാണ് ഇവ പിന്നെയും പോയിട്ട് പിന്നെ ഇവൻ പോയി ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ട് ഇപ്പം കുറെ കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് മൊഴിക്കലേക്ക് വാ തല്ലാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 10 മൈലിലേക്ക് വാ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടെ തന്നെ നിൽക്കിയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. ഞാൻ എന്റെ വീട്ടിലേക്കും പോയി. ഓനെ ഇവിടെ കളറിതായിട്ട് എന്തോ വേറെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു, അവിടേക്കും പോയി. പിന്നെ അറിയുന്ന ഇതാണ് ഓലും കൊടുത്ത് അല്ല വന്നിട്ട് വേങ്ങോട്ട് വന്നു. ഓനെ വിളിച്ചു വരുത്തിയിട്ട് തച്ച കഴിഞ്ഞ 17 ആൾക്കാരെ എടുത്തോണ്ട് അശ്വന്തിനാണ് ഓല് വന്ന് തച്ചത്. അതില് സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ. സൂര്യനെ എല്ലാവരും ചവിട്ടി. വിജയ്, അജയ്, ഓന്റെ അച്ഛൻ മനോജ്, ഇവരും അത് കൊറേ ഉണ്ട്. കണ്ടായിരുന്നു പക്ഷെ ഈ 3 പേരും ഓന്റെ അച്ഛനോടൊക്കെ ഇന്നലെ ഓന്റെ അച്ഛനും ഞങ്ങളൊക്കെ ഒരു നാട്ടിലുള്ള ആൾക്കാരാ. ഓന്റെ അച്ഛൻ ഇന്നലെ അവിടെ വന്നിട്ട് പറഞ്ഞ വർത്തമാനം എന്താ പറയുക, വാ തച്ച് തീർക്കാനാ. സംഭവം എന്താ വെച്ചാ ഓന്റെ അച്ഛനൊക്കെ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ആ പ്രശ്നം നടന്നത്. അതിൽ ഫുള്ള് ഓരോ ആൾക്കാരായി. ഞങ്ങളവിടെ ആൾക്കാർ തീരെ അല്ലാണ്ടായി. അങ്ങനെ ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ട് ഞങ്ങളെ അവിടുന്ന് ഒരു ഏട്ടനെ വിളിച്ചോണോ. കോളേജിൽ തുടങ്ങി അങ്ങനത്തെ പ്രശ്നം കാര്യമൊന്നുമല്ല. എന്തോ ഈഗോ ഏരിയ അല്ല ഈഗോ. അശ്വന്ത് ഫസ്റ്റ് ഇയറും ഈ വിജയ് സെക്കൻഡ് ഇയറാ. ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തമ്മില് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാ. അതിൽ ഇവരെന്തോ ഈ വിജയ് ആദ്യം പറയുന്നുണ്ട് അന്നെ ഞാൻ തല്ലുന്ന് ഈ അശ്വന്തിന്റെ അടുത്ത്. സെക്കൻഡ് ഇയേഴ്സിന് ഓൾക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും ഫസ്റ്റ് ഇയേഴ്സിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇല്ല ഒരു പ്രശ്നമില്ല. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഇതിന്റെ മുകളിൽ മാത്രം. ഇല്ലല്ല ഈ അശ്വന്തിനോട് പറയും അന്നെ ഞാൻ തല്ലു പറയും ഈ വിജയ്. അന്ന് സൂര്യ പറഞ്ഞ ഓനെ തച്ചിട്ട് ഒരാവശ്യമില്ലാതെ ഞങ്ങൾ കൂടെ എടുത്തിനെ തല്ലുക. കാരണം ഓനെ തച്ചിട്ട് എന്തായാലും നാട്ടിൽ വരില്ല. അത് പറഞ്ഞതിന്റെ പേരിലാണ്. ഞാൻ ഓന്റെ കോളേജിലല്ല, എനിക്ക് പറഞ്ഞു കേട്ടുള്ള ഇല്ല അശ്വന്തൊന്നും പറഞ്ഞില്ല. അത് അവിടെ അങ്ങനെ നടക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഈ ഒരു ഈഗോ പ്രശ്നം മാത്രമാണ് വിജയിന്റെ. ഇന്നലെ ഉണ്ടായത് ഇന്നലെ ഒരു 10:30 മുതൽ നടന്ന കാര്യമാണിത്. അല്ല ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. കുറച്ച് ആൾക്കാർ പറഞ്ഞാ ഞാനൊക്കെ വരുമ്പത്തെ ഓനെ അടി കിട്ടി കഴിഞ്ഞാണ്. അശ്വന്തിനെ ആദ്യം അടിച്ചു. പിന്നെ സൂരജിനെ മാറ്റാൻ പോയപ്പോഴാണ് സൂരജിനെ വലിയ താഴത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് എല്ലാരും കൂടി ഈ ഒരു പ്രശ്നം ഞങ്ങൾ കുറെ നേരം അവിടെ നിന്നാണ്. ഈ പ്രശ്നം കഴിഞ്ഞല്ലേ ഞങ്ങൾ കുറെ സമയം ഞങ്ങൾ അവിടെ നിന്നാണ്. ഇവരിഞ്ഞി വരുമോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരും പോയ സമയം വീട്ടില് അവിടെ തിരയാണല്ലോ. അപ്പൊ വീട്ടിലൊക്കെ ഓരോരുത്തർ വരല്ലോ. അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയതാ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രശ്നമൊന്നും ഇല്ലാന്നുള്ള രീതിയിൽ പോയതാ. പിന്നെ അല്ല ഞങ്ങൾ അവിടെ തന്നെ നിക്കാം. അവിടേക്കാണ് ഇവൻ വിളിച്ചിട്ട് 10 മൈലേ വാ, പിന്നെ ഇവിടേക്ക് വാ, ഇത് മുഴിക്കലേക്ക് വാ. ഇല്ല ഞങ്ങൾ എവിടേക്കും പോയില്ല. അവനെ വലിച്ചുകൊണ്ടുപോയതാ.